ഭാഗം 33. പിറ്റേന്ന് നേരം പുലരുന്നതിനും ഏറെ മുൻപേ ഇബ്രാഹിം ഗാദാരി ഞങ്ങളെ വിളിച്ചുണർത്തി. ചൂടേർ മുൻപേ വാ നടക്കാം. എഴുന്നേറ്റപ്പോൾ കാലിന് മന്ത് പിടിച്ചതുപോലെ ഭാരം തോന്നി. നല്ല നീരും വെച്ചിരുന്നു. എന്നിട്ടും അത് വകവയ്ക്കാതെ കാല് വലിച്ച് ഞങ്ങൾ ഏറെ പൂഴിമണ്ണിലേക്ക് നടന്നു. ഇത്തിരി നേരം നടന്നപ്പോഴേക്കും സൂര്യൻ കിഴക്കേ ചെരുവിൽ പ്രത്യക്ഷമായി. അന്നും മണൽ കത്തിക്കാനാണ് പദ്ധതിയെന്ന് കാലത്ത് തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. അതിരുകൾ നരച്ച ഒരു നീലക്കൊട്ട ഞങ്ങൾക്ക് മുകളിൽ കമഴ്ത്തി വെച്ചിരിക്കുന്നത് പോലെയാണ് ആ നടത്തത്തിനിടയിൽ എനിക്ക് ആകാശത്തെപ്പറ്റി തോന്നിയത്. മരുഭൂമിയുടെ ഏതോ ഒരു കോണിൽ ആ കൊട്ടയുടെ ഒരു വശം ആരംഭിക്കുന്നു. അത് പതിയെ ഉണർന്നു പൊങ്ങി എൻ്റെ ശിരസിൻ്റെ മുകളിലെത്തുമ്പോൾ ഏറ്റവും ഉണർന്ന് പതിയെ താഴ്ന്നു പോയി മറ്റൊരു കോണിൽ അവസാനിക്കുന്നു. ആ കൊട്ടയ്ക്കുള്ളിൽ അകപ്പെട്ട് പോയ കോഴിക്കുഞ്ഞുങ്ങളാണ് ഞങ്ങൾ. എങ്ങനെയും അത് പൊക്കി പുറത്തു കടക്കണം. അതിന് ആ അതിര് വരെയെങ്കിലും എത്തണ്ടേ. എത്ര നടന്നാലും എത്താത്ത ഒരു അതിര്, എത്ര നടന്നാലും അവസാനിക്കാത്ത ഒരു അനന്തത. വെറും നീലയും കത്തുന്ന സൂര്യനുമല്ലാതെ മറ്റൊന്നും എൻ്റെ കാഴ്ചയിൽ പതിക്കുന്നില്ല. പിന്നെയുള്ളത് മണൽ, വെറും മണൽ. എനിക്ക് ശരിക്കും പേടി തോന്നി. പേടിക്കാനൊന്നുമില്ല. ഇബ്രാഹിം ഞങ്ങളെ ആശ്വസിപ്പിച്ചു. ഞങ്ങളുടെ കാഴ്ചയുടെ ചക്രവാളത്തിന് വെറും 2.5 മൈലിൻ്റെ ദൂരമേയുള്ളൂ. ഒരുപക്ഷെ അതിന് തൊട്ടപ്പുറത്തുള്ള നമ്മൾ തേടുന്ന വഴി കണ്ടേക്കാം. അതുകൊണ്ട് തളരാതെ പ്രതീക്ഷയോടെ നടക്കുക. ഒരിക്കൽ തളർന്നു പോയാൽ പിന്നെ ആ ദിവസം മുഴുവൻ നമ്മളീ വെയിലത്ത് കിടന്നു പോകും. അതുകൊണ്ട് ആവുന്നതുപോലെ നടക്കുക. എത്രയും വേഗം ഒരു സുരക്ഷിത സ്ഥാനത്ത് എത്തുവാൻ പ്രയത്നിക്കുക. നടന്ന് ഞങ്ങൾ കുറെ ചെന്നപ്പോൾ പണ്ടെന്നോ ഒരിക്കൽ മരുഭൂമിയിൽ ഉറഞ്ഞുപോയ ഒരു പുഴയുടെ പാടുകൾ മണലിൽ തിണർന്നു കിടക്കുന്നത് കണ്ടു. ഞാൻ അതിശയപ്പെട്ടു പോയി. ഈ മണൽക്കാടിന് നടുവിലൂടെ, ഈ മരിച്ചൂടിൻ്റെ അടിയിലൂടെ ഒരു കാലത്ത് ഒരു നദി ഒഴുകിയിരുന്നു എന്ന് വിശ്വസിക്കാൻ തന്നെ പ്രയാസം. പക്ഷെ അതിൻ്റെ വടിവുകൾ ഇപ്പോഴും വ്യക്തവും സുദൃഢവും ആയിരുന്നു. ഒരു പക്ഷേ പണ്ടെങ്ങോ ഒരിക്കൽ ഒരു പ്രാചീന മനുഷ്യൻ ഈ നദിക്കരിയിൽ വന്ന് നിൽക്കുന്നതും അത് മുറിച്ചു കടക്കാൻ ശ്രമിക്കുന്നതിനിടെ വെള്ളം കുടിച്ച് മരണപ്പെടുന്നതും ഞാൻ സങ്കല്പിച്ചു. അയാൾ വെള്ളം കുടിച്ച് മരിച്ച അതേ നദിക്കരയിൽ ഒരു തുള്ളി വെള്ളം കിട്ടാതെ തൊണ്ട പൊട്ടി ഞാൻ വലയുന്നു. 2 പേരും നിൽക്കുന്നത് ഒരേ നദിക്കരയിൽ. കാലത്തിൻ്റെ അങ്ങേ കോണിൽ സംഭവിച്ചിരിക്കാനിടയുള്ള ആ നിമിഷവും ഈ ഞാനും തമ്മിൽ എന്തൊരു അന്തരം! അതിനിടയിൽ എന്തൊക്കെ സംഭവിച്ചിരിക്കാം? നദി പതിയെ വറ്റി വരളുന്നതും അതിൽ വസിച്ചിരുന്ന ജീവിവർഗം പതിയെ ചത്തൊടുങ്ങുന്നതും എനിക്ക് കാണാം. അതിൻ്റെ കരയിൽ നിന്നിരുന്ന വൃക്ഷലതാദികൾ വെള്ളത്തിനു വേണ്ടി നിലവിളിക്കുന്നതും എനിക്കിപ്പോൾ കേൾക്കാം. കാലമേ, നിന്റെ മുഖമെത്ര വിചിത്രം! ഞങ്ങളുടെ നാവ് വെള്ളം തൊട്ടിട്ട് അപ്പോഴേക്കും 2 രാത്രിയും 1.5 പകലും കഴിഞ്ഞിരുന്നു. ദാഹവും ക്ഷീണവും കാരണം കണ്ണുകൾ നല്ലപോലെ തെളിയുന്നൊന്നുമില്ല. ഒരർത്ഥമയക്കത്തിലാണ് നടപ്പത്രയും. പിടിച്ചു നിൽപ്പിൻ്റെ അവസാന നിമിഷവും ഞങ്ങൾ പിന്നിട്ടു. ഹക്കീം വെള്ളം ചോദിച്ച് കരയാൻ തുടങ്ങി. അനാവശ്യമായി വെള്ളം ഭോഗിച്ച് ശീലിച്ചതിൻ്റെ കേടാണിത്. ഒരു മനുഷ്യന് 14 ദിവസം വരെ ആഹാരവും വെള്ളവുമില്ലാതെ നിഷ്പ്രയാസം ജീവിക്കാനാവും. അള്ളാഹുവിനെ ധ്യാനിച്ച് നടക്കാൻ നോക്ക്, ഇബ്രാഹിം അവനെ ശാസിച്ചു. എന്നാൽ വഴിയിലുടനീളം അവൻ വെള്ളം വെള്ളം എന്ന് പുലമ്പി കരഞ്ഞുകൊണ്ടേയിരുന്നു. കുറേ നടന്നപ്പോൾ അവൻ എൻ്റെ കയ്യിൽ കടന്നു പിടിച്ചു. വയ്യേക്ക, എനിക്കിനി വയ്യ. നിങ്ങൾ നടന്നു, ഞാനിവിടെ കിടന്നോളാം. ഞാനും അവനെ ശാസിച്ചു. ഹക്കീമേ, തളരരുത്, വീഴരുത്, നടക്ക്. അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ. ഞാൻ അവന് വിളിച്ചു കൊടുത്തു. അവൻ അതേറ്റു വിളിച്ചു, അള്ളാഹു അക്ബർ. ആ വിളിയും അതിൻ്റെ മുഴക്കവും ഞങ്ങൾക്ക് ഒരു ശക്തി കൊണ്ടു തരുന്നത് പോലെ. അതിൻ്റെ ബലത്തിൽ ഞങ്ങൾ കുറേ നടന്നു. എന്നാൽ പതിയെ നടപ്പിൻ്റെ ഊർജ്ജസ്വലതയും ഉത്സാഹവുമൊക്കെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. നടന്നു തളർന്ന കാലിന് ഞങ്ങളെ അത്ര ദൂരം കൊണ്ടുപോകാനേ പിന്നെ ശേഷിയുണ്ടായിരുന്നുള്ളൂ. അത് പെരുപ്പായും കഴപ്പായും വേദനയായും അതിൻ്റെ ക്ഷീണം കാണിച്ചു തുടങ്ങി. തന്നെയുമല്ല, മണലിൻ്റെ ചൂടേറ്റ് കാല് അവിടവിടെ പൊട്ടാനും കീറാനും തുടങ്ങിയിരുന്നു. ഹക്കീമിൻ്റെ കാലിലാണെങ്കിൽ സാമാന്യം നീരും വെച്ചിട്ടുണ്ട്. എന്നിട്ടും പരമാവധി കരുത്തെടുത്ത് കാല് വലിച്ചു കുറെ കൂടി നടന്നു നോക്കി. പക്ഷേ ഒട്ടും സാധിക്കില്ലെന്ന് അടുത്ത കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ഞങ്ങൾ ഭീതിയോടെ മനസ്സിലാക്കി. ഹക്കീം തളർന്ന് മണലിലേക്ക് വീണു. അവൻ വീഴാൻ കാത്തിരിക്കുന്നത് പോലെ ഞാനും അവൻ്റെ അരികിലേക്ക് ചാഞ്ഞു. ഇബ്രാഹിം ഞങ്ങളെ വഴക്കു പറഞ്ഞു. എഴുന്നേൽക്ക്, ഈ കിടപ്പ് നിങ്ങളെ തളർത്തുകയുള്ളൂ. ഒരിക്കലും ക്ഷീണം മാറാൻ ഇത് സഹായിക്കില്ല. നിങ്ങളുടെ ദേഹത്തെ അവസാന തുള്ളി വെള്ളവും ഈ വെയിൽ ഊറ്റിയെടുക്കും. ദേഹത്തെ ഇങ്ങനെ മണലിലിട്ട് പൊരിക്കാതെ കുറച്ചു നേരം കൂടി കാത്തിരിക്കൂ. മണൽ വേഗം തണുക്കും, മരുഭൂമി വേഗം തണുക്കും. അപ്പോൾ നിങ്ങൾക്ക് കിടക്കാമല്ലോ. ഇത്ര നേരം നമ്മൾ സഹിച്ചില്ലേ, ഇനി ഇത്തിരി നേരം കൂടി. നീ പോടാ പട്ടി,
ഹക്കീം ദേഷ്യം കൊണ്ട് കരഞ്ഞു. നീ ഞങ്ങളെ കൊല്ലാൻ കൊണ്ടിറങ്ങിയതാണോ? ഇതാണോ നീ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തത്? ഇതിനേക്കാൾ എത്രയോ ഭേദമായിരുന്നു ആ മസ്റ. ഇതിനേക്കാൾ എത്രയോ ഭേദകരമായിരുന്നു ആ അർബാബ്. എനിക്ക് വയ്യ. തളരുന്നെങ്കിൽ തളരട്ടെ, ചാവുന്നെങ്കിൽ ചാവട്ടെ. നീ വേണമെങ്കിൽ രക്ഷപ്പെട്ടു. ആ യാത്രയിൽ ആദ്യമായി ഇബ്രാഹിം ഖാദാരിയുടെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു. അവൻ നിസ്സഹായതയോടെ ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി. പിന്നെ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. മരുഭൂമി തിളയ്ക്കുകയായിരുന്നു. അള്ളാഹുവിൻ്റെ വറവ് ചട്ടിയിലാണ് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നിപ്പോയി. എങ്കിൽ പോലും അത്ര നേരത്തെ നടപ്പിന് ശേഷമുള്ള ആ കിടപ്പ് എനിക്ക് ആശ്വാസമാണ് കൊണ്ടുതന്നത്. ആദ്യത്തെ കുറച്ചു നേരം ചൂട് അസഹ്യമായിരുന്നു. മുകളിലും ചൂട്, മണ്ണിനും ചൂട്. കുറച്ചു നേരം അങ്ങനെ കിടന്നപ്പോൾ സത്യത്തിൽ എനിക്കൊരു സുഖമാണ് തോന്നിയത്. അന്നേരത്തേക്ക് എനിക്കും മരുഭൂമിക്കും വെയിലിനും ഒരേ ചൂട് ആയിക്കഴിഞ്ഞിരുന്നു. പിന്നെ അവശേഷിച്ചത് ഒടുങ്ങാത്ത ദാഹമാണ്. അതകറ്റാൻ മറ്റൊരു മാർഗവുമില്ലായിരുന്നു. വായിലെ അവസാന തുള്ളി തുപ്പലും എപ്പോഴോ അണ്ണാക്കിലേക്ക് വറ്റിപ്പോയി കഴിഞ്ഞിരുന്നു. ഒരു കുപ്പിയിലോ ഒരു പാത്രത്തിലോ ഇത്തിരി വെള്ളം എടുത്തുകൊണ്ട് ഓടാൻ തോന്നാതിരുന്ന മണ്ടത്തരത്തിനെ ഞാൻ അന്നേരം നെഞ്ചത്തടിച്ച് ശപിച്ചു. എല്ലാ ബുദ്ധിയും ചോർന്നു പോയ ഒരു നിമിഷമാണ് ഞങ്ങൾ ഇറങ്ങിപ്പുറപ്പെട്ടത്. ഇനി നേരിടുക തന്നെ, അല്ലാതെ എന്തു ചെയ്യാൻ? ഇബ്രാഹിം പറഞ്ഞത് സത്യമാണെന്ന് ഞങ്ങൾക്ക് തോന്നി. കാരണം കിടക്കുംതോറും ദേഹം തളരുന്നതല്ലാതെ ഒട്ടും ആരോഗ്യവും അതിന് കിട്ടുന്നില്ല എന്ന് തന്നെയുമല്ല, അത് പതിയെ എന്നെ ഒരു മയക്കത്തിലേക്ക് തള്ളിക്കൊണ്ടുപോയി. ഒരിരുട്ട് എൻ്റെ കണ്ണിലേക്ക് കയറി വന്നു. പിന്നെ അതൊരു തലകറക്കമായി. ഞാൻ 2 തവണ ഛർദ്ദിച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഹക്കീമും ഛർദ്ദിച്ചു. ഇബ്രാഹിം അവൻ്റെ വസ്ത്രമൊരിഞ്ഞ് ഞങ്ങൾക്കൊരു തണലുണ്ടാക്കാൻ നോക്കി. അത് പക്ഷെ തീരെ അപ്രാപ്യമായിരുന്നു. അവൻ ഞങ്ങളെ എഴുന്നേൽപ്പിച്ചിരുത്താൻ നോക്കി. ഞങ്ങൾ വീണുപോയി. ശരിക്കും ഞാൻ മയങ്ങിപ്പോയി. മരുഭൂമിയിൽ 2 അനാഥ ശവങ്ങളെപ്പോലെ ഞാനും ഹക്കീമും വീണ് കിടന്നു. അന്നേരം വേണമെങ്കിൽ ഞങ്ങളെ ഉപേക്ഷിച്ച് ഇബ്രാഹിമിനെ രക്ഷയുടെ വഴി തേടാമായിരുന്നു. പക്ഷെ അവൻ പിന്നെ ഞങ്ങളെ രാത്രി കണ്ണു തുറക്കുന്നതുവരെ ഞങ്ങൾക്ക് കാവലിരുന്നു. രാത്രി കണ്ണു തുറന്നപ്പോൾ ദാഹം കൊണ്ട് എൻ്റെ തൊണ്ട പൊട്ടുകയായിരുന്നു. പക്ഷേ എവിടെ വെള്ളം? അല്ലാ, ഞാൻ എത്ര വെള്ളം നാട്ടിൽ വെച്ച് ദൂർത്തടിച്ചു കളഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു തുള്ളി വെള്ളത്തിനായി യാചിക്കുന്നു. എൻ്റെ നാടിൻ്റെ വിലയും മഹത്വവും ഞാനിപ്പോൾ മാത്രമാണ് അറിയുന്നത്. ആ ദൂരത്തിനുള്ള ശിക്ഷയാണോ അല്ലാ ഇത്? മാപ്പ്, വെള്ളം അതെത്ര അമൂല്യമാണെന്ന് ഞാനിപ്പോൾ അറിയുന്നു.